ഡിയർ സ്റ്റുഡൻസ്, നമ്മളുടെ നെക്സ്റ്റ് പ്രോബ്ലം ഇതുപോലെ കുറച്ച് സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ആ സർക്കിൾസിൽ ഓരോ ആംഗിള് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ സെറ്റ് ഓഫ് സർക്കിൾസിലെ ഫസ്റ്റ് വൺ ഇതായിരുന്നു. ഒരു സർക്കിളിൽ 20 ഡിഗ്രി യെല്ലോ പാർട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ വി നോ ഒരു സർക്കിളിൽ ദ ടോട്ടൽ മെഷർമെൻറ്റ് ഇൻ എ സർക്കിൾ ഈസ് 360 ഡിഗ്രി ഇസിൻ്റെ മൊത്തം 360 ഉണ്ട്. അതിൽ ഔട്ട് ഓഫ് 360 ഈ യെല്ലോ പാർട്ട് കാണുന്നത് 20 ആണ് യെല്ലോ പാർട്ട്. അപ്പം നമുക്കിവിടെ യെല്ലോ ആയിട്ട് റെപ്രസെൻറ്റ് യെല്ലോ പാർട്ട് എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ 20 ഔട്ട് ഓഫ് 360. ഓക്കെ, ദെൻ ലൈക്ക് ദാറ്റ് വി ക്യാൻ ഡിനോട്ട് ഗ്രീൻ പാർട്ട് ഓൾസോ. ഗ്രീൻ പാർട്ട് എത്രയുണ്ട്? ഇപ്പോൾ 20 യെല്ലോ ഉണ്ടെങ്കിൽ ദ റിമൈനിങ് പാർട്ട് ഈസ് ഗ്രീൻ. ഓക്കെ, അപ്പം 360 മൈനസ് 20 ഈസ് 340. ഗ്രീൻ പാർട്ടുള്ളത് 340 ആണ്. വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഗ്രീൻ പാർട്ട് ഈസ് ഈക്വൽ ടു 340 ബൈ 360. ഇങ്ങനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാം. ഇനി ഇതിനെ നമുക്കൊന്നും കൂടി ചെറുതായിട്ട് ഒരു ഫ്രാക്ഷൻ ഒന്ന് ലോവസ്റ്റ് ഫോമിലേക്ക് വേണമെങ്കിൽ എഴുതാം. ഈ 20/16 നമ്മൾ LCM HCF ഒക്കെ കണ്ടുപിടിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് നോക്കാം, 20 360 നമുക്ക് എടുത്തിട്ട് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നില്ല, നമുക്ക് 20 തന്നെ ഒറ്റയടിക്കും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ഫാക്ടർ 10 കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 20ൽ 10 goes 2 times. Okay, then 360 360ൽ 10 goes 36 times. Okay, ഇനി വീണ്ടും ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് 2 is a common factor. 2ൽ 2 1 time, 36ൽ 2 18 times. സോ നമുക്കിതിൻ്റെ ഈ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഔട്ടാക്കി കഴിഞ്ഞാൽ ദ റിമൈനിങ് വരുന്നത് 1 and 1 18. ഇതിനെ നമുക്കിങ്ങനെ എഴുതാം. ഈ 20/360 നമുക്കതിൻ്റെ ഒന്നും കൂടി ചെറുതാക്കിയിട്ട് നമുക്ക് 1/18 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഫ്രാക്ഷനെ ഈ ഒരു സർക്കിളിൽ യെല്ലോ പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ 20/360 ഓർ വി ക്യാൻ സേ 1/18. ലൈക്ക് ദാറ്റ് ഇവിടെ ഗ്രീൻ പാർട്ട് 340/360. ഇതിനെ ഒന്ന് നമുക്ക് ചെറുതാക്കി എഴുതാം. ഈ സീറോസ് ഇപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എൻഡിങ് സീറോസ് ആണെങ്കിൽ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണ പോലെ ദാറ്റ് ഈസ് കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ വി വിൽ ഗെറ്റ് 34/36. ഇനി നമുക്ക് ഇത് രണ്ടും 2ൻ്റെ കോമൺ ഫാക്ടേഴ്സാണ്. ഇതിൽ 2 goes 34ൽ 2 goes 17 times, 36ൽ 2 goes 18 times. അപ്പോൾ ഈ ഗ്രീൻ പാർട്ടിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം 340/360 ഓർ 17/18. ഓക്കെ, ഇനി നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ആക്ടിവിറ്റി ഇതായിരുന്നു. ഒരു സർക്കിളിൽ ഇവിടെ യെല്ലോ പാർട്ട് തന്നിരിക്കുന്നത് 24 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കിതിനെ ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. യെല്ലോ പാർട്ട് ഈസ് 324 ഡിവൈഡഡ് ബൈ 24/360 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇതിനെ നമുക്കൊന്ന് അതിൻ്റെ ലീസ്റ്റ് ഫോം കാണണമെങ്കിൽ അതിൻ്റെ കോമൺ ഫാക്ടേഴ്സിനെ ഔട്ടാക്കണം. കോമൺ ഫാക്ടേഴ്സ് ചെയ്തത് നോക്കുക. ചെറുത് തുടങ്ങി ഞാൻ ചെയ്തു പോന്നിട്ടുണ്ട് കേട്ടോ. നോക്കുക, ഏറ്റവും ലീസ്റ്റ് ഫാക്ടർ 2 ആണ്. അപ്പോൾ രണ്ടും ഈവൺ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24ൽ 12 times 2, 360ൽ 180 times. അപ്പോൾ അത് സാധാരണ ഡിവൈഡ് ചെയ്യണ പോലെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് 3 നോക്കാം. 3ൽ 2 1 time, 3ൽ 2 1 time ആകുമ്പോൾ അവിടെ 1 2 is 2, പിന്നെ ഒന്ന് റിമൈൻഡർ വരുന്നുണ്ട് അല്ലേ. സോ അതിനെ പതുക്കെ ഒന്ന് അവിടെ എഴുതി നോക്കി. 16 ആണ് നെക്സ്റ്റ്. 16ൽ 2 goes 8 times. ഓക്കെ, ദെൻ 0ൽ പോകില്ല, 0ക്ക് എഴുതി. അങ്ങനെ 180 കിട്ടിയത്. ഇനി 12 നെക്സ്റ്റ് രണ്ടും ഈവൺ നമ്പേഴ്സാണ്. സോ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12ൽ 2 6 time. ഇനി ഇവിടെ 18ൽ 2 9 times, ദെൻ 0ൽ പോകില്ല, 0ക്ക് എഴുതി. അപ്പോൾ 90 കിട്ടി. ഇനി വീണ്ടും നോക്കുക, അത് രണ്ടും അഗെയിൻ ഈവൺ നമ്പേഴ്സാണ്. സോ വി ക്യാൻ ഡിവൈഡ് വിത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഫസ്റ്റ് 6ൽ 3 times, ദെൻ 90ൽ 9ൽ 2 goes 4 times. 4 2s are 8 ആണ്. അവിടെയും റിമൈൻഡർ ഒരെണ്ണം വരും. സോ 10ൽ 2 goes 5 times. ഓക്കെ, ദെൻ ഇപ്പം നമുക്ക് കിട്ടുന്നത് 3യും 45 ആണ്.
അതിൽ ഈവൻ നമ്പർ അല്ല, 2 പോകത്തില്ല. അപ്പോൾ പിന്നെ ഇനി 3 ഇതിന് കോമൺ ആയിട്ട് പോകുമോ? 3ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ 3, അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നോക്കാം, 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സം എടുത്ത് നോക്കാം. 4 + 5 9. അപ്പോൾ 9 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ വി ക്യാൻ ഡിവൈഡ് ദിസ് വിത്ത് 3. സോ 3 കൊണ്ട് നമുക്ക് രണ്ടെണ്ണത്തിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പം 3 / 3 ചെയ്യുമ്പോൾ ഇവിടെ 1 കിട്ടും. ഇനി 45-ൽ 4-ൽ 3 ഉള്ളി 1 ടൈം 1 എഴുതി. ഇവിടെ 1 റിമൈൻഡർ വരുന്നുണ്ട്, ദറ്റ് ഈസ് 1 and 5 makes 15 ഹിയർ. 15-ൽ 3 goes 5 ടൈംസ്. അപ്പോൾ ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇല്ല, ലീസ്റ്റ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ സോ ദ ലീസ്റ്റ് ഫോം 24/360ൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഫോം നമുക്ക് എന്ത് കിട്ടി? 1/15. സോ വി ക്യാൻ റൈറ്റ് യെല്ലോ പാർട്ട് 24/360 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം 1/15. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ ലീസ്റ്റ് ഫോം ആക്കാൻ പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോം വി ക്യാൻ റെപ്രസെൻറ്റ് ബൈ 24/360. ഓക്കെ, ലീസ്റ്റ് ഫോം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ദെൻ ഇനി ഇവിടെ 24 പോയി കഴിഞ്ഞാൽ ദെൻ റിമൈനിങ് പാർട്ട് ഉള്ളത് 360 24 ആണ് യെല്ലോ എങ്കിൽ ദ റിമൈനിങ് പാർട്ട് 360 മൈനസ് 24 ദാറ്റ് ഈസ് 336. ഈ ഗ്രീൻ പാർട്ട് 336 ഡിഗ്രീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഗ്രീൻ പാർട്ട് ഈസ് 336/360. ഓക്കെ, അതിൻ്റെ ലീസ്റ്റ് ഫോം ഇതിനെയും ഒന്ന് ചെറുതാക്കണമെങ്കിൽ നമുക്കിങ്ങനെ ചെറുതാക്കാം. 2 ആണ് കോമൺ ഫാക്ടർ, ഈവൻ നമ്പേഴ്സ് ആണ്. സോ 2 ഈസ് ദ കോമൺ ഫാക്ടർ. നമുക്ക് നേരത്തെ ഡിവൈഡ് ചെയ്ത പോലെ എല്ലാവർക്കും ഇതൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് ചിലർക്ക് സംശയമുണ്ട് എങ്ങനെ കിട്ടി എന്നൊക്കെ സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഞാൻ ഇതൊക്കെ പറയണത്. ഡിവിഷനൊക്കെ അറിയാത്തവരുണ്ടാവില്ല, എന്നാലും ചിലർക്ക് ഉണ്ടാകാം. അപ്പോൾ നോക്കുക, ഈ 3-ൽ 2 goes, നമുക്ക് ഓരോ ഡിജിറ്റ് എടുത്ത് ഡിവൈഡ് ചെയ്യാം. 3-ൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ only 1 ടൈം. അപ്പോൾ അവിടെ റിമൈൻഡർ വരുന്നുണ്ട് 1 2 2 ആണ്. അപ്പോൾ ഒരു റിമൈൻഡർ ബാലൻസ് അവിടെ ഉണ്ട്, ദാറ്റ് ഈസ് 1. 1 അവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 13 ആണെന്ന് മനസ്സിലാവും. 13-ൽ 2 goes 6 ടൈംസ് ആണ്. 6 2s are 12. അപ്പോൾ വീണ്ടും അവിടെ ഒരു 1 റിമൈൻഡർ വരുന്നുണ്ട്, ദാറ്റ് ഈസ് 1 and 6 makes 16. 16-ൽ 2 goes 8 ടൈംസ്. അപ്പോൾ നമുക്കിവിടെ 168 കിട്ടി. ദെൻ ലൈക്ക് ദാറ്റ് 360 നമ്മൾ നേരത്തെ കണ്ടതാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ പകുതി 180 കിട്ടും. ഓക്കെ, ദെൻ ഇത് അഗെയിൻ ഈവൺ നമ്പറാണ് രണ്ടും. 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം, 1-ൽ പോവില്ല. അപ്പോൾ 16 എടുത്തു. 16-ൽ 2 goes 8 ടൈംസ്. 8-ൽ 2 goes 4 ടൈംസ്. ഓക്കെ, ദെൻ 180-ൽ 1-ൽ പോവില്ല. അപ്പോൾ 18 എടുത്തു. 18-ൽ 2 goes 9. ദെൻ 0-ൽ പോയില്ലെങ്കിൽ 0 തന്നെ ഇറക്കി എഴുതണം. 90 കിട്ടി. ദെൻ അഗെയിൻ ഇത് രണ്ട് ഈവൺ നമ്പറാണ്. 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 8-ൽ 2 goes 4 ടൈംസ്. 4-ൽ 2 goes 2 ടൈംസ്. 42 കിട്ടി. ദെൻ 90 ഡിവൈഡഡ് ബൈ 2. 9-ൽ 2 goes 4 ടൈംസ്. 4 2s are 8 ആണ്. അപ്പോൾ ഇവിടെ ഒരു റിമൈൻഡർ ഉണ്ട്, അത് പതുക്കെ എഴുതി കൊടുത്താൽ ഇവിടെ അത് 10 ആണ്. 10-ൽ 2 goes 5 ടൈംസ്. ഇപ്പോൾ 45 കിട്ടി. ഇനി നോക്കുക, ഇനി അടുത്തത് ഇത് ഈവൺ ആണ്, ബട്ട് ദിസ് ഈസ് നോട്ട് ഈവൺ. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കാം. 3 കൊണ്ട് നോക്കാനുള്ള കണ്ടീഷൻ ഈ രണ്ട് ഡിജിറ്റും കൂടിയും ആഡ് ചെയ്ത് നോക്കുകയാണ്. 4 + 2 6 ആഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത് 45 4 + 5 9, ഇതും 3ൻ്റെ മൾട്ടിപ്പിൾ ആണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ടിനെയും നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് മനസ്സിലായി. സോ വി ക്യാൻ ഡിവൈഡ് വിത്ത് 3. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം 4 എടുക്കുക. 4-ൽ 3 goes only 1 ടൈം. ഓക്കെ, 1 3 is 3. റിമൈൻഡർ അവിടെ വരുന്നുണ്ട്. സോ 1 and 2 makes 12. 12-ൽ 3 goes 4 ടൈംസ്. അപ്പോൾ 14 കിട്ടി. ഇനി 45-ൽ 4-ൽ 3 goes only 1 ടൈം. 1 3 is 3. അവിടെയും റിമൈൻഡർ വരുന്നുണ്ട്. സോ 15 ആണ്. 15-ൽ 3 goes 5 ടൈംസ്. അപ്പോൾ നമുക്കിവിടെ 15 കിട്ടി. ഇനി 14-ഉം 15-ഉം കോമൺ ആയിട്ട് വേറൊന്നുമില്ല, ഒന്നും കോമൺ ആയിട്ടില്ല. 2 ഇല്ല, 3 ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ കോമൺ ആയിട്ട് ഫാക്ടർ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ദ ലീസ്റ്റ് ഫോം. 336/360 എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ലീസ്റ്റ് ഫോമായിട്ട് നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് 14/15. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇനി നെക്സ്റ്റ് 54 ആണ്. 54 ഡിഗ്രിയാണ് യെല്ലോ പാർട്ട് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ
തന്നെ ചെയ്യുക, അടുത്തുള്ളത് തന്നെ ചെയ്യുക. 54/360 എന്ന് നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്ത് എഴുതാം, യെല്ലോ പാർട്ടിനെ. അതുപോലെ അതിൻ്റെ ലീസ്റ്റ് ഫോമിലേക്ക് വരുന്നത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 3/20 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ റിമൈനിങ് പാർട്ട് അതുപോലെ കണ്ടുപിടിക്കുക. അങ്ങനെ ഈ കാണുന്ന താഴെ ഉള്ളതെല്ലാം ഓരോന്ന് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. സംശയം മാറി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് ഡ്രോ സർക്കിൾസ് ആൻഡ് മാർക്ക് ദ ഫ്രാക്ഷണൽ പാർട്സ് ഗിവൺ ബിലോ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കൊടുത്തിരിക്കുന്നത് 3/8 എന്നാണ്. സർക്കിൾ വരച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് ഈ കാണുന്ന ഫ്രാക്ഷൻ അനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3/8 എന്നാണ്. 3/8 എന്ന് പറഞ്ഞാൽ 3 ഔട്ട് ഓഫ് 8 ഈക്വൽ പാർട്ട്. ഒരു സർക്കിൾ വരച്ചിട്ട് 8 ഈക്വൽ പാർട്ട് ആക്കുക, അതിൽ 3 പാർട്ടിനെ നമുക്ക് ഷെയ്ഡ് ചെയ്യാം, കളർ ചെയ്യാം. ഓക്കെ, അപ്പം 8 ഈക്വൽ പാർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ 360 ഡിഗ്രീസ് ആണ് സർക്കിളിൽ. 8 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 8 ഡിവൈഡ് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് 45 ഡിഗ്രിയാണ് ഓരോ പാർട്ടും വേണ്ടത്. അപ്പോൾ ഫസ്റ്റിനെ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് 45 ഡിഗ്രിയിൽ പോയിൻ്റ് ചെയ്യാം. സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് നമുക്ക് നമ്മുടെ സെറ്റ് സ്ക്വയർ ഒന്നല്ല കേട്ടോ, നമ്മുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 45 ഡിഗ്രി ഇതിങ്ങനെ ഉണ്ടോ പോയിൻ്റ് മാർക്ക് ചെയ്യാം. 45 ഡിഗ്രിയിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്കത് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 45 ഡിഗ്രി എന്നൊന്നും എഴുതണം എന്നില്ല. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് 3 പാർട്ട് കളർ ചെയ്യാനാണ്. കളർ 3 പാർട്ട് ഔട്ട് ഓഫ് 8 ഈക്വൽ പാർട്ടാണ്. അപ്പോൾ അത് വരച്ചിട്ട് നമുക്ക് 3 പാർട്ട് കളർ ചെയ്യാം. 3 ഔട്ട് ഓഫ് 8 ഈക്വൽ പാർട്ട്. നൗ ഐ കളേർഡ് 3 പാർട്ട്. അപ്പം ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2/5 പറഞ്ഞിട്ടുണ്ട്, അതുപോലെ 4/9 പറഞ്ഞിട്ടുണ്ട്, 5/12 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഇപ്പം 1 മോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. 1 മോർ എക്സാമ്പിൾ ദറ്റ് ഈസ് ഇപ്പം 5/12 ഈസ് ഫോർ എക്സാമ്പിൾ 5/12 ആണ് അടുത്ത ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് അറിയാം 12 പാർട്ട്, 5 ഔട്ട് ഓഫ് 12 ഈക്വൽ പാർട്ട്. അപ്പോൾ 12 പാർട്ട് ആക്കിയതിൽ 5 പാർട്ടിനാണ് നമുക്ക് കളർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ അത് ഡിവൈഡ് ചെയ്ത് നോക്കണം. 360 ഡിവൈഡഡ് ബൈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ സർക്കിൾ വരച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങേണ്ടത്. 360 ഡിവൈഡഡ് ബൈ 12, 36ൽ 12 ഗോസ് 3 ടൈംസ്, ദാറ്റ് ഈസ് 0 കിട്ടി. ദെൻ 0ൽ പോയില്ല, 0 ഇട്ടു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 30 ഡിഗ്രി എന്നാണ്. അപ്പോൾ 30 ഡിഗ്രി ഒരു സർക്കിൾ നിങ്ങൾ വരയ്ക്കുക. വരച്ചിട്ട് 30 ഡിഗ്രി വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 ഈക്വൽ പാർട്ട് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഔട്ട് ഓഫ് 12ൽ നമ്മൾ 5 പാർട്ടിനെ കളർ ചെയ്യാം. അപ്പോൾ അതുപോലെ 2-3 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ദറ്റ് ഈസ് 4/9, 5/24, 2/5 ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യാം കേട്ടോ.